നിലമ്പൂരിൽ ചൂടുപിടിച്ച രാഷ്ട്രീയ പ്രചരണങ്ങളൊക്കെ നടക്കുകയാണ്. അതിനിടയിൽ ആശാ വർക്കർമാർ ഒരു സംഘം കൂടി നിലമ്പൂരിലേക്ക് എത്തുകയാണ്. നമുക്ക് ചോദിക്കാം, എന്താണ് ആശാ വർക്കർമാർ നിലമ്പൂരിലേക്ക് പോകാനുള്ള കാരണം, അവർ എന്താണ് മുന്നോട്ട് വെക്കുന്നതെന്നൊക്കെ. ഇപ്പോൾ നമുക്ക് ആശാ വർക്കർമാരുടെ നേതാവ് എസ് മിനി നമുക്കൊപ്പം ശരിയാണ്. നിങ്ങൾ ഈ മാസം 12-ാം തീയതി നിലമ്പൂരിലേക്ക് പോവുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ്. എന്താണ് നിങ്ങൾ അവിടെ മുന്നോട്ട് വയ്ക്കുന്നത്? ആശമാരെ അപമാനിക്കുന്ന ശക്തികൾക്ക് വോട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആശമാർ നിലമ്പൂരിൽ ഒരു പ്രചാരണം നടത്താൻ പോവുകയാണ് 12-ാം തീയതി. കാരണം ഇന്ന് 120 ദിവസം തികയാണ് ഈ സമരം തികച്ചും ന്യായമാണ്. 7000 രൂപയാണ് പ്രതിമാസ ഓണറേറിയം, ഒരു ദിവസം 232 രൂപ. അത് ഏപ്രിൽ മാസത്തെ ഓണറേറിയം ഇപ്പോൾ വരുമ്പോൾ അത് 3500 രൂപയായി കുറച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഓരോ തവണ ചർച്ചയ്ക്ക് പോകുമ്പോഴും ഗവൺമെൻറ് പറയുന്നത് യാതൊരു മാനദണ്ഡമില്ല, 15 ദിവസം പണിയെടുത്താൽ മതി, നിങ്ങൾക്ക് മറ്റു സമയങ്ങൾ വേറെ പണിക്ക് പോകാം, കുടുംബം പുലർത്താമെന്നൊക്കെ പറയുകയാണ്. പക്ഷെ ചെയ്ത ജോലിയുടെ വരുമാനം പോലും നൽകുന്നില്ല. ഈ 120 ദിവസം ഇരിക്കുമ്പോൾ ഞങ്ങളെ അപമാനിക്കുകയാണ്, സ്ത്രീകളെ അങ്ങേയറ്റം അപഹസിക്കേണ്ട, അശ്ലീലം പറയേണ്ടത്. അപ്പോൾ ഈ ആശാ സമരത്തെ അപമാനിക്കുന്ന ശക്തികൾക്ക് വോട്ടില്ല എന്നതാണ് ഞങ്ങൾ അവിടെ പ്രചരിപ്പിക്കുന്നത്. ജനങ്ങൾ തീരുമാനിക്കട്ടെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. കാരണം ഇത് തൊഴിലാളി വിരുദ്ധ ഗവൺമെൻറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾ വിരുദ്ധമായ ഗവൺമെൻറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് റാങ്ക് ലിസ്റ്റിലെ ആളുകൾ സമരം ചെയ്യുന്നു, അംഗൻവാടിക്കാർ സമരം ചെയ്തു, പാചക തൊഴിലാളികൾ സമരം ചെയ്തു. ആർക്കെന്ത് കൊടുക്കുന്നു? മുഴുവൻ കാര്യങ്ങളും ആശാവർക്കർമാർ സ്വന്തം കയ്യിൽ ചെയ്യണം. കോവിഡ് കാലത്ത് പ്രത്യേകിച്ചും ഭക്ഷണം കൊടുത്തതും മരുന്ന് വാങ്ങിക്കൊടുത്തതും ഒക്കെ ആശാവർക്കർമാർ സ്വന്തം കയ്യിൽ നിന്നാണ് വാങ്ങിക്കൊടുത്തത്, 1 രൂപ വരുമാനമില്ലാതെ. ഇപ്പോൾ അംഗൻവാടിയിലെ കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കുമെന്ന് പറഞ്ഞു. ആരാണ് പണം കൊടുക്കേണ്ടത്? ഈ പ്രസ്താവന മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം തന്നെ അറിയാം, അംഗൻവാടിയിലെ ടീച്ചർമാരും ആയമാരും സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം മാത്രം പോലെ അതിനുള്ള തുക വകമാറ്റി വെക്കണം. ഇവിടെ അത് സാധിക്കും. അത് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാർ തീർച്ചയായിട്ടും ആ നടപടി എടുക്കണം എന്നുള്ളതിനാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതുകൊണ്ട് കാരണം ഇവർക്ക് തെരഞ്ഞെടുപ്പ് മാത്രമേ ഗവൺമെൻറ്റിന് മുന്നിലുള്ളൂ, അല്ല തൊഴിലാളികളുടെ സമരമോ സ്ത്രീകളുടെ സമരമോ സ്ത്രീപക്ഷം പറയുന്ന ഗവൺമെൻറ്റുകൾക്കൊന്നും ഒരു വിഷയമേ അല്ല. അതുകൊണ്ട് തിരഞ്ഞെടുപ്പാണ് അവർക്ക് മുഖ്യമെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക. നിലമ്പൂരിലെത്തുന്ന നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ ഇപ്പോൾ ആളുകൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്ത വന്നത് മുതൽ നിലമ്പൂരേക്ക് വരാൻ തയ്യാറായി. ആശമാർ മാത്രമല്ല മറ്റ് ജനവിഭാഗങ്ങളും തയ്യാറെടുക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ വീടുകൾ കയറുള്ള ഒരു പ്രചാരണത്തിന് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. ഞങ്ങളവിടെ നിലപാട് വ്യക്തമാക്കുന്ന വാർത്താ സമ്മേളനം ഉണ്ടാവും. മറ്റു കാര്യങ്ങൾ ഇപ്പം ഞങ്ങൾ വാർത്ത അത് തീരുമാനിച്ചിട്ടേ ഉള്ളൂ, മറ്റു കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തുള്ള മുഴുവൻ ആളുകളും 12-ാം തീയതി നിലമ്പൂരിലേക്ക് എത്തുമോ? ഒരിക്കലുമില്ല. കാരണം ഞങ്ങളുടെ സമരയാത്ര നടക്കുകയാണ്. സമരയാത്ര 14 ജില്ല പിന്നിട്ട് ഇന്ന് പത്തനംതിട്ട എത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. അപ്പോൾ ആ യാത്രയിലും 18-ാം തീയതി നടക്കുന്ന മഹാറാലിയിലാണ് ഞങ്ങളിപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നിലമ്പൂർ ഒരു പ്രചാരണ സംഘം മാത്രമേ പോകുന്നുള്ളൂ. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്തരമൊരു സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഇടതുമുന്നണി സർക്കാർ ഇനി എങ്ങനെയായിരിക്കും നേരിടുക? കാരണം നേരത്തെ പ്രഖ്യാപിച്ച പല സമരങ്ങളെ നേരിട്ടൊരു മുറ നമുക്കറിയാം. അത് നേരിടട്ടെ, ജനം കാണട്ടെ. കാരണം എന്താണ് ഇടതുമുന്നണി എന്ന് പറഞ്ഞാൽ എന്താണ്, തൊഴിലാളി വർഗപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വീണ്ടും തെളിയിക്കട്ടെ. അവർക്ക് എങ്ങനെ വേണോ അതിനെ കൈകാര്യം ചെയ്യാം. അത് വരട്ടെ, കേരള സമൂഹം തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. ഞങ്ങൾ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് സ്ഥലത്തേക്കാണ് പോകുന്നത്. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾ എത്ര മേൽ അപമാനിച്ചു, സ്ഥാനാർത്ഥിയായിരിക്കുന്ന ആൾ പോലും ഈ സമരത്തെ വളരെ മോശമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജനം തീരുമാനിക്കട്ടെ. എന്തായാലും ഈ മാസം 12-ാം തീയതിയാണ് ആശാ വർക്കർമാരുടെ സംഘം നിലമ്പൂരിലേക്ക് പോകുന്നത്. അവരുടെ ഒരു ശക്തി അവർ അവിടെ തെളിയിക്കും. അവർ അവിടെ നിലപാട് വ്യക്തമാക്കുന്ന വാർത്താ സമ്മേളനം ഉണ്ടാകും. കൂടാതെ തന്നെ വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ടുള്ള പ്രചരണ പരിപാടികളും ഇവിടെ ആശാ വർക്കർമാർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ക്യാമറാമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, മലയാള ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.